കീരിത്തോട് IPC ഹെബ്രോൻ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടക്കുകയാണ്. കീരിത്തോട്ടിൽ ഉള്ളൊരു മീറ്റിങ്ങോടുകൂടിയാണ് അത് അവസാനിക്കുന്നത്. ആ ലഹരി വിരുദ്ധ യാത്രയ്ക്ക് ഈ യാത്രയിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്നത് പാസ്റ്റർ രാജു ആനിക്കാടാണ്. അദ്ദേഹം കേരള IPC കേരള സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക സന്ദേശം നൽകുന്നത്. ആ സന്ദേശം നമുക്ക് കാണാം. യോഗാധ്യക്ഷൻ ഏറ്റവും ആദരണീയനായ പാസ്റ്റർ CJ ജോസഫ് ഈ സമ്മേളനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ച 2ാം വാർഡ് മെമ്പർ ശ്രീമതി ടിൻസി തോമസ്, വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ശ്രീമാൻ ബിജു MC, ഏറ്റവും പ്രിയമുള്ള സ്നേഹിതരെ, സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ തിരുനാമത്തിൽ എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ ചേലച്ചോട് നിന്ന് ആരംഭിച്ച ഈ ലഹരി വിരുദ്ധ പ്രചാരണ യാത്ര അതിൻ്റെ സമാപന സമ്മേളനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ രാവിലെ മുതൽ ഈ സന്ദേശം അറിയിച്ച് ഇവിടെ സമാപിക്കാൻ പോകുമ്പോൾ നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഇവിടെയുള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രവർത്തകർ, അതിൻ്റെ യുവജന വിഭാഗം ഒന്നിച്ച് ചേർന്നുകൊണ്ടുള്ള ഈ സന്ദേശം എന്തുകൊണ്ടും വളരെ കാലിക പ്രസക്തമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പല കാര്യങ്ങളിലും മുൻപന്തിയിലാണ്. നമ്മുടെ സാംസ്കാരിക പൈതൃകം, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി, മത സമുദായാദികൾ തമ്മിലുള്ള നമ്മുടെ സഹകരണവും സഹവർത്തിത്വവും, നമ്മുടെ ഭരണ സംവിധാനം, ഇതെല്ലാം കൊണ്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് നമ്മൾ അഭിമാനിക്കും. മാത്രമല്ല, നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ ചരിത്രത്തെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനകരമായ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാനായിട്ടുണ്ട്. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, അങ്ങനെയുള്ള ഒരു നാട് ഇപ്പോൾ ലഹരി മാഫിയയുടെ
പിടിയിലാണ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ദുഃഖമാണ്. ഇവിടെ എനിക്ക് മുമ്പ് സൂചിപ്പിച്ച ആളുകളൊക്കെ പറഞ്ഞതുപോലെ പണ്ടുകാലങ്ങളിലൊക്കെ സന്ധ്യയ്ക്ക് അല്പം കള്ളു മോന്തി ഒരു ശാരീരിക ക്ഷീണമൊക്കെ അകറ്റിയിരുന്ന നമ്മുടെ പിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഒക്കെ നമുക്കറിയാം. അത് ഒക്കെ മാറിയിട്ട് ഇന്നിപ്പോൾ കടുത്ത ലഹരിക്ക് അടിമപ്പെട്ട അക്രമാസക്തനാകാൻ പോകുന്ന ഒരാള് നമ്മുടെ സമീപത്ത് വന്ന് നിന്നാൽ അവര് ഇത്തരം ഭ്രാന്തമായ ഒരു ലഹരിക്ക് അടിമപ്പെട്ട ആളാണെന്ന് പുറമേ ലക്ഷണം കൊണ്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത്തരം ശാന്തമായി മനുഷ്യനെ കൊല്ലുന്ന പുതിയ പുതിയ ലഹരിക്ക് അടിമപ്പെട്ട നൂറുകണക്കിന് യുവജനങ്ങളും പെൺകുട്ടികളടക്കം നമ്മുടെ ഗ്രാമത്തിൻ്റെയും പട്ടണത്തിൻ്റെയും ഒക്കെ സ്വൈര്യത നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ കാണുകയാണ്. കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെയും മോഷണത്തിൻ്റെയും കലാപങ്ങളുടെയും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളുടെയും ഒക്കെ കണക്കുകൾ പരിശോധിച്ചാൽ അതിൻ്റെ എല്ലാം പിന്നിലെ ഒരു പ്രധാനപ്പെട്ട പ്രചോദക ഘടകം, പ്രേരണ ഘടകം ലഹരിയാണ്. ഇതിനെതിരെ നമ്മുടെ സമൂഹം ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളെപ്പോലെ ബൈബിൾ സംബന്ധമായ ആധ്യാത്മിക വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളുകളും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ടിപ്പോൾ ഈ മാരകമായ വിപത്തിനെതിരെ വ്യാപകമായ ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം നമ്മൾ അതീവ ഗൗരവമായ ഒരു ദുരന്തത്തിലേക്കാണ് പോകുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഇതിനെ കണ്ണടച്ചു വെച്ചാൽ ഭാവിയിൽ നമ്മുടെ നാട് എന്തായിത്തീരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്രമാത്രം വലിയ ഒരു സാമൂഹിക വിപത്തായി ലഹരിയും അതിൻ്റെ ഉപയോഗവും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനെ എന്ത് വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതിന് മതസമുദായാദികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, ഒന്നിച്ചുള്ള ഒരു പോരാട്ടം നടത്തേണ്ടതുണ്ട് എന്നാണ് ആദ്യം തന്നെ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരള സർക്കാർ തന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ പല രീതിയിൽ നടത്തുന്നുണ്ട്. അതിന് അകമഴിഞ്ഞ പിന്തുണയാണ് ഞങ്ങൾ നൽകുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഞങ്ങൾ പെന്തക്കോസ്ത് ഈ നാട്ടിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുകയാണ്. നമ്മുടെ ചരിത്രം പറഞ്ഞാൽ വളരെ ചെറിയ തോതിൽ പ്രവർത്തനം ആരംഭിച്ച ഈ പെന്തക്കോസ്തിന്റെ ആശയ പ്രചാരണം ഇന്ന് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും വളരെ സജീവമായിട്ട് നടക്കുക. ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട്. അപ്പൊ ഞങ്ങള് വിശുദ്ധ ബൈബിളിനെ ആധാരമാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ മാനവികമായ സന്ദേശങ്ങളാണ് എല്ലാ കാലത്തും ഈ പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്. കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
ചിന്താവിഷയമായിരുന്നു മദ്യവും പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള ലഹരിക്ക് എതിരെയുള്ള പോരാട്ടം. പക്ഷേ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമാണ്. അവകാശപ്പെടുന്നത് ഈ കേരളത്തില് ഞങ്ങൾക്ക് മദ്യത്തിനും ലഹരിക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ഞങ്ങളുടെ ഉപദേശിമാർ, ഞങ്ങളുടെ പ്രവർത്തകന്മാര് ഇത്രയും ആധുനികമായ സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത കാലത്ത് നമ്മുടെ തെരുവോരങ്ങളിലൊക്കെ നിന്ന് ഒറ്റപ്പെട്ട് മദ്യം ഉപയോഗിക്കരുത്, പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത്, ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞപ്പോ സങ്കടകരമെന്ന് പറയട്ടെ, അന്ന് മതസമുദായാദികളൊക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ആക്രമിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഞങ്ങളുടെ പ്രവർത്തന ചരിത്രത്തിലുണ്ട്. എന്നിട്ട് ഞങ്ങളത് നിർത്തിയില്ല. അത് നിർത്താഞ്ഞതിന്റെ കാരണം ഈ സമൂഹത്തിന്റെ ഈ കടുത്ത തിന്മ അത് നാളുകളിൽ നമ്മുടെ സമൂഹത്തെ വിഴുങ്ങും, നമ്മുടെ യുവജനങ്ങളെ വിഴുങ്ങും എന്ന പ്രാവചനികമായ ഒരു ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നത് കൊണ്ടാണ് കടുത്ത പോരാട്ടങ്ങൾ നേരിട്ടിട്ടും ഞങ്ങളുടെ പ്രവർത്തകന്മാർ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തിയില്ല. ഇന്ന് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം, ഇന്ന് എല്ലാവരും ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പിന്തുണ തരുന്നുണ്ട്. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം എന്താണ്? നമ്മുടെ സ്വന്തം കുടുംബത്തില് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മൊട്ടേന്ന് വിരിയാത്ത കുട്ടികളെ അടിച്ച് ബിറ്റായി അമ്മയപ്പന്മാർക്കെതിരെയും പെങ്ങന്മാർക്കെതിരെയും കടാരയും കൊടുവാളും എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ലഹരിയുടെ അക്രമാസക്തമായ സ്ഥിതിയെ സംബന്ധിച്ച് നമ്മളും ബോധവാന്മാരാണ്. ഞങ്ങളെപ്പോലെയുള്ള ഉപദേശിമാരിപ്പോ തെരുവുകളിലും വീട് വീടാന്തരമൊക്കെ സുവിശേഷ പ്രചരണത്തിന് ചെല്ലുമ്പോ അവരെല്ലാം പറയുകയാണ്, ഉപദേശി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ എത്ര വയസ്സുണ്ട്? അവന് 13 വയസ്സ്. എന്താ പ്രശ്നം? പ്രശ്നം എന്ന് പറയുന്നത് അവന് കഞ്ചാവ് അടിക്കുകയാണ്. ഈ മാതാപിതാക്കൾക്ക് അറിയാൻ വയ്യാത്ത MDMA അടക്കമുള്ള ഏറ്റവും നവീനമായ മാരകമായ വിഷമടിച്ചിട്ട് കുട്ടികളെ അക്രമാസക്തരാകുകയാണ്. കണ്ണുനീരോടെ മാതാപിതാക്കൾ പറയുകയാണ്, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സുഹൃത്തുക്കളെ, നമ്മുടെ നാടും നഗരവും ഗ്രാമീണ മേഖലയും എല്ലാം ഈ ലഹരി മാഫിയയുടെ പിടിയിലാണ്. സ്കൂൾ പരിസരങ്ങളില് പുകയില ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ എത്രയോ പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുതരമായിട്ട് തുടരുമ്പോഴാണ് ഞങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടെ ഈ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. സന്തോഷമുള്ളത്, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ലഹരി മുക്ത പ്രസ്ഥാനം അത് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടേതാണ്. കാരണം ഞങ്ങൾക്ക് 10,000-കണക്കിന് യുവജനങ്ങൾ ഒരു പുകയെടുക്കാത്ത, മദ്യം രുചിച്ചു നോക്കാത്ത, ഈ പുതിയ പുതിയ ലഹരികൾ തൊട്ടു നോക്കാത്ത 10,000-കണക്കിന് യുവജനങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഒരു രസകരമായ കാര്യം കൂടെ പറയാം. പകൽ മുഴുവനും ലഹരി വിരുദ്ധ പ്രചാരണം നടത്തിയിട്ട് വൈകിട്ട് തുള്ളി അടിച്ചിട്ട് പോകുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. നമുക്കറിയാം, കേരളത്തിൽ അങ്ങനെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പകലെല്ലാം ലഹരി വിരുദ്ധ പ്രചാരണ പ്രവർത്തനമാണ്, വൈകിട്ട് അവർ തുള്ളി അടിക്കുകയാണ്. ഇങ്ങനെയുള്ള വിരോധാഭാസവും നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്.
ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാം. ഞങ്ങള് പെന്തക്കോസ്തരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അവരൊക്കെ ഈ ലഹരി വിരുദ്ധ പ്രചാരണ ദിവസത്തില് ആയുസിൽ ആദ്യമായിട്ട് തെരുവോരത്ത് പ്രസംഗം നടത്തിയ വലിയ ആളുകളുടെ ഒക്കെ ഫോട്ടോ സഹിതം കൊടുക്കാറുണ്ട്. അവർക്കാണ് വാർത്താ പ്രാധാന്യം. ഞങ്ങൾക്ക് അത്തരം പ്രാധാന്യം വേണ്ട. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, യേശു ക്രിസ്തുവിന്റെ നാമവും വിശുദ്ധ ബൈബിളിന്റെ സന്ദേശവും ഘോഷിച്ചുകൊണ്ട് കേരളത്തിലെ 10,000-കണക്കിന് കുടുംബങ്ങളെ ഈ ലഹരിയുടെ മാരകമായ പിടിയിൽ നിന്ന് രക്ഷിച്ച ഒരു പ്രസ്ഥാനമാണ് പെന്തക്കോസ്ത്. അതിന് മനുഷ്യർ കൂടുന്ന ഇടവെന്ന നിലയിൽ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങളെ ഈ സമൂഹം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സന്ധ്യാവേളയിൽ നമ്മുടെ കേരളം വലിയ ആഘോഷ തിമർപ്പിലായിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ ഞാൻ പല ഘട്ടങ്ങളിലും ഈ ഉത്രാട ദിവസമൊക്കെ പല സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നിട്ടുണ്ട്. അതീവ ദുഃഖകരമാണ് പ്രിയപ്പെട്ടവരെ. വെട്ടിയും കുത്തിയും ലഹരിക്ക് അടിമപ്പെട്ടിട്ട് വലിയ അക്രമങ്ങൾ നടത്തിയിട്ട് ആളുകളെ ഇങ്ങനെ തുടരെ കൊണ്ടുവരുന്ന കാഴ്ച ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ കാണുമ്പോൾ എനിക്കറിയാം, മതം നോക്കാതെ ജാതി നോക്കാതെ എല്ലാവരും ദുഃഖിക്കുന്നുണ്ട്. പക്ഷെ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിൽ നിന്നൊരു പരിഹാരം ഉണ്ടാകില്ല. ആ പരിഹാരം എന്താണ് എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ പരിഹാരം പറയുമ്പോഴാണ് ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ ആശയങ്ങളെ മുമ്പോട്ട് വയ്ക്കുന്നത്. വിശുദ്ധ ബൈബിളിന്റെ നിലപാടുകൾ മുമ്പോട്ട് വെക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ കേരളം മുഴുവൻ സുവിശേഷ പ്രചരണാർത്ഥം പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. ഒരു സാധാരണ ഉപദേശിയാണ്. അങ്ങനെ പ്രസംഗിക്കാൻ ചെന്ന ഇടത്ത് എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ മദ്യവർജനമാണോ അതോ മദ്യ നിരോധനമാണോ നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ആശയം? ഒരു തർക്കവും വേണ്ട. ഞങ്ങൾ മദ്യവർജനമാണ്, നിരോധനത്തിന് ഞങ്ങൾ എതിരാണ്. കാരണം എന്താ? ഞങ്ങൾ ഈ 10,000-കണക്കിന് മനുഷ്യരെ മദ്യപാനത്തിൽ നിന്നും ലഹരിയിൽ നിന്നും രക്ഷിച്ചെടുത്തത് നിങ്ങൾ ബാറുകൾ അടച്ചിട്ടല്ലല്ലോ, നിങ്ങൾ ഷാപ്പുകൾ അടച്ചിട്ടല്ലല്ലോ, നമ്മള് പുകയില വിൽപ്പന നിർത്തിവെച്ചിട്ടല്ലല്ലോ. പിന്നെ എങ്ങനെയാണ്? തികച്ചും ഞങ്ങൾ മുൻപോട്ട് വെക്കുന്ന ആശയം ലഹരി മദ്യവർജനം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു അഹങ്കാരമായിട്ട് നിങ്ങൾ വിചാരിക്കണം. ഇതില് എക്സെപ്ഷൻസ് ഉണ്ടാവില്ല. ഇവിടെ 100-കണക്കിന് ബാറുകൾ തുറന്നാൽ നമ്മള് സർക്കാർ ഒരു ഘട്ടത്തില് ബാറുകൾ തുറക്കണോ വേണ്ടായോ എന്നുള്ള ചർച്ച നടന്നു. ആ ഘട്ടങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ തുറക്കുന്നേ, 100-കണക്കിന് ബാറുകൾ തുറക്കുക. പക്ഷേ ഞങ്ങളുടെ ഒരു ഒറ്റയാളെ പോലും അവിടെ മദ്യപിക്കാൻ കിട്ടിയില്ല. അതെന്താ കാര്യം? അതിന്റെ കാരണം ഈ ലഹരി കൊണ്ട് ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്താകണമെന്ന് ഞങ്ങളുടെ കുഞ്ഞാടുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പറയുമ്പോ ഏതെങ്കിലും ഒരു ബന്ധുക്കോസ്തുകാരൻ എന്ന പേര് പറയുന്ന ഒരാള് തുള്ളി അടിച്ചിട്ട് ഈ കീരിത്തോടുകൂടെ വട്ടം കറങ്ങിയിട്ട് ഞങ്ങളോട് ചോദിച്ചാൽ സമൂഹം എന്ന നിലയിൽ ഇതിനകത്തും ഒഴുക്കത്തുകളുണ്ടെന്നേ, അത്തരം സ്വയം വിമർശനങ്ങൾ ഞങ്ങൾ നടത്തുന്നവരാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ ബഹുഭൂരിപക്ഷ അണികളും അവർ വിശുദ്ധ വേദപുസ്തകത്തിന്റെ സത്യം ഉൾക്കൊള്ളുന്ന, യേശുക്രിസ്തുവിന്റെ സത്യം ഉൾക്കൊള്ളുന്ന, യേശുക്രിസ്തുവിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരാളുടെ മുമ്പിൽ ബാറുകൾ തുറന്നു വെച്ചത് കൊണ്ട് ഞങ്ങളോ ഞങ്ങളുടെ യുവജനങ്ങളോ അതിലേക്ക് പോവുകയില്ല. ഇത്തരം ഒരു ബോധവൽക്കരണമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾക്ക്
സർക്കാരിനോടും അതിന്റെ പ്രവർത്തകരോടും ഒക്കെ എക്കാലത്തും പറയാനില്ല, ഇതൊന്നും നിരോധിച്ചിട്ടൊരു കാര്യമില്ല. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ആന്റണി സാറിന്റെ കാലത്ത് നിരോധനമുണ്ടായി. എന്നിട്ട് എന്തുണ്ടായി? ആ നിരോധനം കൊണ്ടൊന്നും കാര്യമില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞാടുകള് ഈ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ വിശുദ്ധ ബൈബിൾ പറയുന്ന പ്രമാണങ്ങൾ അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് മദ്യം സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത്? വിശുദ്ധ ബൈബിൾ പറയുന്നു, മദ്യപാനി അടക്കം ഒരു കൂട്ടം ആളുകൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മദ്യം വലിയ ദുരന്തമാണെന്ന് വാക്കുവാക്ക്. ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന പല ആളുകളും അത് തെരുവിൽ നിന്ന് പറയുമെങ്കിലും അവരുടെ കുഞ്ഞാടുകളെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നില്ല. അപ്പൊ നമ്മുടെ അണികൾ ക്രൈസ്തവരെന്ന് പറയുന്നവർ തന്നെ മദ്യം ഉണ്ടാക്കുകയും അത് വിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? യേശുക്രിസ്തുവിന്റെ വചനം പഠിക്കുന്ന ഒരാൾക്കറിയാം, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വളരെ ബഹുമാനത്തോടുകൂടി ഞാൻ പറയട്ടെ, ക്രിസ്ത്യാനി എന്ന പേര് പറയുന്ന ഒരാൾ അവർ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് ഈ നാടിനും നാട്ടാർക്കും തലവേദനയായിട്ട് മാറുന്ന നിങ്ങൾക്ക് ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടാൻ യാതൊരു അവകാശവുമില്ല. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമായ, നമ്മുടെ പ്രാമാണിക ഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ, ആ ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ആശയം അനുസരിച്ച് മദ്യപിക്കുന്ന ഒരാൾ ദൈവരാജ്യം സ്വർഗരാജ്യത്തിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഈ സന്ധ്യാവേളയിൽ ഞങ്ങൾ ഈ സന്ദേശത്തെ അറിയിക്കുമ്പോൾ നിങ്ങളെ ആരെയെങ്കിലും അപഹസിക്കാനോ അപമാനിക്കാനോ ഉള്ള ലക്ഷ്യമില്ല. പക്ഷേ ഈ മദ്യത്തിന്റെ ദൂഷിത വലയത്തിൽ നിന്ന്, ഇതിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഒരു രക്ഷ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ എന്തിനാണ് നമ്മുടെ കുട്ടികളെ പറയുന്നത്? ഒരർത്ഥത്തിൽ കുട്ടികളോട് ഉപദേശിക്കാൻ എന്താണ് മാതാപിതാക്കൾക്ക് അർഹത? നമ്മള് അടിച്ചടിച്ചായിട്ട് ഓടെ കിടന്ന് അതെ ഒരു ലഘുലകാരമില്ലാതെ വീട്ടിലേക്ക് ചെല്ലുന്ന പിതാവിനെ എന്താണ് മക്കളെ നിർദ്ദേശിക്കാൻ, അവരോട് ഉപദേശം പറയാനുള്ള യോഗ്യത? അപ്പൊ ആദ്യം നന്നാകണം. ഇത് സംസാരിച്ച ഞാനടക്കം മറ്റു പലരും നമ്മുടെ യുവജനങ്ങളെ കുറ്റപ്പെടുത്താൻ വരട്ടെ. പ്രായമായിട്ടും ഈ മദ്യത്തിന്റെ വിപത്തുകളെ തിരിച്ചറിയാതെ ഇന്നും പകലന്തിയോളം പണിയെടുത്തിട്ട് ആ പണം കൊടുത്ത് ഷാപ്പിൽ കൊടുത്തിട്ട് അടിച്ച് ഹിറ്റായി നാടിനും നാട്ടാർക്കും തലവേദന സൃഷ്ടിച്ച് ഒടുവിൽ ഏതോ സമയത്ത് വീട്ടിൽ ചെന്ന് കയറുന്ന ഒരു പിതാവിനോട് ആ മക്കൾക്ക് എന്ത് ആദരവാണ് തോന്നുക? ആ പിതാവിന് ലഹരിക്കടിമപ്പെട്ട മകനോട് ഉപദേശിക്കാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് എന്റെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, ഇത് നിർത്താൻ പറ്റുകയില്ലെന്നൊക്കെയാണ് ചിലർ പറയുക. ഞാൻ ഒരു മുഴുക്കുടിയനായ അപ്പന്റെ മകനായിട്ട് ജനിച്ച ആളാണ്. അതുകൊണ്ട് തന്നെയാണ് എന്റെ 14ാമത്തെ വയസ്സിൽ യേശുക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്ന് എനിക്ക് ബോധ്യമായപ്പോൾ എന്റെ യേശുനാഥനെ എന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക മാത്രമല്ല, എന്റെ പിതാവിനെ പോലെ ലഹരിക്ക് അടിമപ്പെട്ട് അക്രമാസക്തനായ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിഞ്ഞ ഒരു വ്യക്തിയുണ്ട് എന്ന് എനിക്ക് തിരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതാരാണ്? നസ്രായനായ യേശുക്രിസ്തുവാണ്. ഈ സന്ധ്യാവേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന്, ഇതിൽ നിന്ന് മുക്തനാകാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളോട് ഞങ്ങൾ പറയാം, രാവിലെ എഴുന്നേറ്റാൽ ഒരു തുള്ളി അടിച്ചില്ലെങ്കിൽ കൈകാലുകൾ വിറയ്ക്കുന്ന തരത്തിലേക്ക് പോയ എന്റെ സ്വന്തം അപ്പനെ രൂപാന്തരപ്പെടുത്തിയ ഒരു യേശുണ്ട്. നിങ്ങൾക്കൊരു പക്ഷെ അറിയാം, നിങ്ങളുടെ സുഹൃത്തുക്കളെ പലരും അറിയാം. അവരൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അവരൊക്കെ രക്ഷപ്പെട്ടത് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടല്ല, പിന്നെയോ യേശുക്രിസ്തുവിന്റെ തിരുവചനങ്ങളുടെ, യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളുടെ ഒരു സ്നേഹനിർഭരമായ ഇടപെടലിന്റെ സത്യം മനസ്സിലാക്കി അനേകരും അവരുടെ ജീവിതം പരിവർത്തിക്കപ്പെടുകയായി. ഈ സന്ധ്യാവേളയിൽ കീഴ്ത്തോട് പട്ടണത്തിലുള്ള
എന്റെ ബഹുമാന്യരായ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ലഹരിയുടെ പിടിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു യേശുവുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ ക്രിസ്തു ഉയർത്തിപ്പിടിച്ച ആശയം എന്താണ്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന സന്ദേശമാണ് ക്രിസ്തു ലോകത്തോട് പറഞ്ഞത്. വിശുദ്ധ ബൈബിൾ എന്താ പറയുന്നത്? ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്നാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ പഠിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകം ഉണ്ടല്ലോ, ഈ വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായിട്ട് പറയുന്നു, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പക്ഷേ ആ മദ്യപാനിയെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന, ആ മദ്യപാനിയെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിന്റെ സ്നേഹമാണ് ഞങ്ങൾക്ക് ഇത്തരം സന്ദേശങ്ങളിൽ പറയാനായിട്ട്. നമുക്കറിയാം, കേരളത്തിലെ അനേക കുടുംബങ്ങൾ സന്ധ്യയാകുമ്പോൾ സമാധാനമില്ല, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. അവിടെ വളർന്നു വരുന്ന മക്കൾക്ക് സുഖകരമായ ഒരു അന്തരീക്ഷമില്ല. എന്താണ് കാരണം? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട പിതാവും സഹോദരന്മാരും കൂടെ ആ കുടുംബാന്തരീക്ഷത്തെ വല്ലാതെ തകർക്കുകയാണ്. എവിടെ സമാധാനം? എവിടെ ഒരു സ്വസ്ഥത? പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് ഷാപ്പിൽ കൊടുത്തിട്ട് അവർ മതോന്മത്തരായി വീട്ടിലേക്ക് വന്നാൽ സമാധാന അന്തരീക്ഷമില്ല. അങ്ങനെയുള്ള കുടുംബത്തിന് സമാധാനത്തിന്റെ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ആരാണ് ആ സമാധാനദായകൻ? അത് ലോകത്തിന്റെ പാപം ചുമക്കാൻ, നമ്മുടെ ഓരോരുത്തരുടെയും പാപം ചുമന്ന് കാൽവരി കുരിശിൽ മരണമേറ്റു വാങ്ങാൻ വന്ന നസ്രായനായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും മുഴു ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കാൽവരി കുരിശിൽ മരണമേറ്റു വാങ്ങിയത് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ പാപം ആ ക്രിസ്തുവിനോട് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾക്ക് മുക്തമാകാൻ കഴിയാത്ത ഈ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം തരാൻ ആ ക്രിസ്തുവിന് കഴിയുമെന്ന് ഞങ്ങളുടെയൊക്കെ ജീവിത അനുഭവങ്ങളിലൂടെയും കണ്ടും കേട്ടുമൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ് ഈ സന്ധ്യാവേളയില് ഈ പട്ടണത്തിൽ ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തുനാഥൻ പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമാധാനം നഷ്ടപ്പെട്ട ഒരാൾ ഒടുവിൽ ആശ്രയിക്കുന്നത് ആത്മഹത്യയില്ല. ഞങ്ങളതിനെ ബൈബിൾ ഭാഷയിലെ അതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ആത്മഹത്യ ചെയ്യുന്നവൻ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്ന പോലെയാണ്. ചില മനുഷ്യർ വിചാരിച്ചിരിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നതോടുകൂടെ എല്ലാം തീരുന്നുവെന്നാണ്. അങ്ങനെയെങ്കിൽ മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നു എന്ന് പറയേണ്ടി വരുമായിരുന്നു. മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് രണ്ടിടമാണ് വിശുദ്ധ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത്. മരണാനന്തരം ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഈ രണ്ടിടമുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ പറയുക. ഈ സന്ധ്യാവേള ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മരിക്കാതെ ചിരഞ്ജീവിയായിരിക്കുന്ന ആരുമില്ലല്ലോ. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ടാറ്റാ പറഞ്ഞിറങ്ങിയ ആളുകൾ എത്ര പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ മോർച്ചറിയിൽ ചേതനയറ്റ് ശരീരമായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ജീവനോടെ ഇവിടെ നിൽക്കാൻ അവസരം തന്നത് സൃഷ്ടാവായ ദൈവമാണ്. അതുകൊണ്ട് മരണം ഏത് സംഭവത്തിൽ സംഭവിക്കാം. മരണത്തിന് അതിന്റെ കാലമോ സമയമോ ഒന്നുമില്ല, ഏത് സമയത്തും വരാം. വയനാട് നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും ദുരന്തത്തിന്റെ ഒരു വലിയ സങ്കട കടലായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുകയാണ്. ഒരു രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന മനുഷ്യരെ ആ ഒരു പ്രദേശം മുഴുവൻ അത് തൂത്തെടുത്തുകൊണ്ട് മരണം വരികയാണ്. അപ്പൊ നമ്മൾ അറിയേണ്ടത്, ഈ സന്ധ്യാവേളയിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. മരണം ഏത് സമയത്തും വരാം. മരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് എവിടെ എത്തി എന്നത് സംബന്ധിച്ചുകൂടെ ആലോചിക്കേണ്ടതായിട്ടായി. മനുഷ്യന് ആത്മാവുണ്ടോ? മനുഷ്യന് മരണാനന്തര ജീവിതമുണ്ടോ? മനുഷ്യന് സ്വർഗവും നരകവും ഉണ്ടോ?
എന്നൊക്കെ ചോദ്യം ഉന്നയിക്കുന്നവരോട് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ യുക്തിസഹമായിട്ട് തെളിയിക്കാനുള്ള തെളിവുകൾ ഇവിടെയുണ്ട്. ഞാനിന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, മരണാനന്തര ജീവിതമുണ്ടോ, ആത്മാവുണ്ടോ എന്ന് ചോദിച്ച് ഞങ്ങളെ പോലുള്ള ഉപദേശിമാരെ ഉത്തരമുട്ടിക്കാൻ വരുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട്. അവർ ചോദിക്കുക, നിങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ടോ, നിങ്ങൾ നരകം കണ്ടിട്ടുണ്ടോ, നിങ്ങളെ ആത്മാവിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊക്കെ സുവ്യക്തമായ മറുപടി പറയാൻ ഈ വിശുദ്ധ ബൈബിളിനെ കഴിയും. ഞാനിന്ന് പകൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ നിയമജ്ഞനായിരുന്നു ജസ്റ്റിസ് V.R. കൃഷ്ണയ്യർ. ആ കൃഷ്ണയ്യരെ പോലെയുള്ള ആളുകൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചും ഒക്കെ വാദോരാതെ പറഞ്ഞിട്ടുള്ള മനുഷ്യരാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് ആത്മാവിനെ തെളിയിക്കേണ്ടതിന്, മരണാനന്തര ജീവിതത്തെ തെളിയിക്കേണ്ടതിന് അത്തരം ആളുകളുടെ പിന്തുണയൊന്നും വേണ്ട. എങ്കിൽ പോലും നിങ്ങൾ അറിയേണ്ടത്, ഈ രാജ്യം മുദ്രാക്ഷസന്മാരെന്ന് കരുതിയിരുന്ന പല ആളുകളും അതൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സന്ധ്യാവേളയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മാരകമായ പാപത്തിന്റെ അടിമയായി ജീവിക്കുന്ന ജീവിതം മതിയാക്കി യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഹൃദയാന്തർഭാഗത്ത് വലിയ സമാധാനമുണ്ടാകും. മാത്രമോ, ഈ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യ ജീവിതം. മലയാളത്തിലെ ഒരു ഭക്ത കവി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 4 വിരളതിൽ നീളം കഥ പോലെ കഴിയും ഈ മേളം, ഉടൽ ദീനതയാണ്ട് ഒരു നാളം, അണുജീവികൾ പാർക്കുവാൻ മാളം, ആയുസ്സുള്ളൂ മനുഷ്യ നിനക്ക് ആയുസ്സുള്ളൂ എന്നാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഒരു 4 വിരൽ നീളത്തോടാണ് ഗണിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ അതിലെത്ര കാലം നടന്നു കഴിഞ്ഞുവെന്ന് നമുക്കറിയില്ല. ഇന്ന് രാത്രി കൂടി പ്രസംഗിക്കുന്ന ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞ് എന്റെ വീട്ടിലെത്താൻ കഴിയുമോ എന്ന് എനിക്ക് ഊഹമില്ല. അത്ര അനിശ്ചിതത്വത്തിലുള്ള മനുഷ്യരാണ്. പക്ഷേ മരണം ഉറപ്പാണ്. ആ മരണം സംഭവിക്കുമ്പോൾ, മരണത്തിന് മുമ്പ് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാപത്തിന്റെ വിമോചനം നേടണമെന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മരണത്തിന് മുമ്പ്, മരണാനന്തരം ഒരാളെ സ്വസ്ഥനാക്കാനുള്ള യാതൊരു കർമ്മപരിപാടികളും ഈ പുസ്തകം പറയുന്നില്ല. എന്നാൽ മരണാനന്തരം സ്വർഗസ്ഥനാകാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്ന മുഖ്യധാര സമൂഹങ്ങളുണ്ട്. ഞങ്ങൾക്ക് അവരോട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഈ വിശുദ്ധ ബൈബിൾ, മരണാനന്തരം ഒരാൾക്ക് സ്വർഗസ്ഥനാകാൻ കഴിയില്ല. പാപിയായിട്ട് ജീവിച്ചിട്ട്, ഈ ഭൂമിയിൽ ജീവിച്ച അത്രയും കാലം ജീവിച്ചിട്ട്, യേശുക്രിസ്തു പാപവിമോചകനാണെന്ന് കേട്ടിട്ട്, യേശുക്രിസ്തു നിങ്ങളുടെയും എന്റെയും പാപത്തിന്റെ പരിഹാരത്തിനാണ് കാൽവറിയിൽ മരിച്ചത് എന്ന് കേട്ടിട്ട്, പശ്ചാത്താപത്തോടെ ക്രിസ്തുവിനോട് നമ്മുടെ പാപം ഏറ്റുപറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ പാപം ക്ഷമിക്കുമെന്ന് കേട്ടിട്ട്, ഈ ജീവനോടെ ഇരിക്കുന്ന കാലത്തൊന്നും അത് ചെയ്യാതെ മരിച്ചുപോയതിന് ശേഷം മതപുരോഹിതന്മാർ, ആചാര്യന്മാർ ഇവിടെ നടത്തുന്ന കർമാചാരങ്ങൾ കൊണ്ട് ഒരാൾക്ക് സ്വർഗസ്ഥനാകാൻ കഴിയും എന്ന ചിന്ത ബൈബിൾ വിരുദ്ധമാണ് എന്ന് ഞാൻ പറയും. ഈ ബൈബിളിൽ അതിന് ചിന്തയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, സുഹൃത്തേ, ഈ സന്ധ്യാവേളയിൽ നിങ്ങൾ ഈ യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളൊരു പാപിയാണ് എന്ന് ബോധ്യം വന്നാൽ, ആ പാപം ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞാൽ നിങ്ങളുടെ പാപം ക്ഷമിക്കും. എനിക്ക് മുമ്പേ ഇവിടെ പറഞ്ഞപ്പോൾ ഓർപ്പിക്കുകയുണ്ടായി, നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞ ഒരേ ഒരു പുസ്തകം ഈ വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ട് ആ യേശുക്രിസ്തുവിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ സ്ഥിതി നമുക്കറിയാം. കുറ്റവാളികൾ പെരുകുകയാണ്. നമ്മുടെ ജുവനൈൽ ഹോമുകൾ നിറഞ്ഞു കവിയുകയാണ്. ഒരു കാലഘട്ടത്തിൽ ജയിലുകളിൽ കിടന്നത് ഒരു പ്രായം കഴിഞ്ഞ മനുഷ്യരാണ്. ജുവനൈൽ ഹോമുകൾ ഇപ്പോൾ നിറയുന്നു എന്നാണ് വാർത്ത. ജയിലുകളിൽ നിറഞ്ഞു കവിയുന്നു ഓരോ ദിവസവും. അതേ, വലിയ വലിയ ക്രിമിനൽസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു. ഇതിനെല്ലാം കാരണം പറയുന്നത് മദ്യവും മയക്കുമരുന്ന് നിമിത്തം വളരെ വളരെ ദുരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ വരുന്നു. നമ്മൾ അറിഞ്ഞല്ലോ, നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നമ്മുടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള പല കുട്ടികളും അവര് ലഹരിയുടെ കച്ചവടക്കാരാണ്. പോലീസ് അവരെ അന്വേഷിക്കുന്നവരാണ്. ലഹരിയുടെ കച്ചവടക്കാർ
ആരാണ് ഈ ലഹരി വിപണനം ചെയ്യുന്നത്? നമ്മുടെ സ്കൂൾ കുട്ടികളാണെന്ന് മനസ്സിലാക്കുക. അത്തരമൊരു ദുരന്തം ഇവിടെ നടക്കുമ്പോൾ, അത്തരമൊരു ആപത്ത് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുമ്പോൾ, മാതാപിതാക്കളെ, നിങ്ങൾക്ക് ഇതിൽ നൊമ്പരമില്ലേ? നിശ്ചയമായിട്ടുമുണ്ട്. ഇതിൽ നിന്നൊരു മോചനം വേണ്ടേ? വേണം. ആ മോചനത്തിന് നമ്മളെ ആര് സഹായിക്കും എന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത് യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു ആത്മബന്ധം, യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഒരു മനുഷ്യനെ പുതിയ മനുഷ്യനാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്നാണ്. ക്രിസ്തുവിലേക്ക് ഒരാൾ വരുമ്പോൾ ആൾ പുതിയ വ്യക്തിയാക്കി മാറുക, പുതിയ ഒരു മനുഷ്യനാക്കി മാറുക. അങ്ങനെ മനുഷ്യനെ പുതുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് നസ്രയനായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹനിർഭരമായ ഇടപെടൽ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും പോകുവാൻ ഇടയാകും. യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി നമുക്കറിയാമല്ലോ. ഇന്നേക്ക് 2 സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്താണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നത്. എന്തിനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്? ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം മാനവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിക്കുക എന്നതായിരുന്നു. 33 തിരുവയസ്സ് വരെ ക്രിസ്തു ജീവിച്ചുവെന്നാണ് ഏകദേശം കണക്ക് പറയുന്നത്. അതിന് ക്രിസ്തു ഒരു 3.5 വർഷം മാത്രമേ പ്രവർത്തിച്ചു. ആ 3.5 വർഷത്തെ പ്രവർത്തന കാലയളവിൽ ക്രിസ്തു എന്താ ചെയ്തത്? മനുഷ്യർക്ക് നന്മ മാത്രം ചെയ്തു. അവർ രോഗിയെ സൗഖ്യമാക്കി, ഭൂതഗ്രസ്തരെ വിടുവിച്ചു, അവരെ കുഷ്ഠരോഗിക്കും കുരുടർക്കും കാഴ്ച കൊടുത്തു. അവൻ നന്മ ഉപദേശിച്ചുകൊണ്ട് അതേ ജീവിക്കുകയാണ് ചെയ്തത്. ആ ക്രിസ്തുനാഥനെ നമുക്കറിയാം, സ്വന്തം ശിഷ്യനാൽ ഒറ്റക്കൊടുക്കപ്പെടുന്നു. അങ്ങനെ ഒറ്റക്കൊടുക്കപ്പെട്ട ക്രിസ്തു പീലാത്തോസിന്റെ കൽത്തറത്തില് അതിക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുകയാണ്. അന്നത്തെ മതകോടതി യേശു ക്രിസ്തുവിനെ മാറി മാറി വിസ്തരിച്ചു. അന്ന് ആരോപിക്കപ്പെട്ട ഒരു കുറ്റവും യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ കോടതി ഇവനിൽ ഒരു കുറ്റവുമില്ല എന്ന് വിധിയെഴുതുകയാണ്. നമുക്കറിയാം, ഒരു കോടതി വിധി കുറ്റമില്ല എന്നാണെങ്കിൽ ആ പ്രതിയെ ശിക്ഷിക്കാനാണ് അർഹത. പക്ഷെ യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ സംഭവിച്ചത്, കോടതി കുറ്റമില്ല എന്ന് പറഞ്ഞിട്ടും അന്ന് അവനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമുഖം കണ്ട ഏറ്റവും വലിയ പുണ്യപുരുഷൻ, പാപമില്ലാത്ത ഒരു പുണ്യപുരുഷൻ ഈ ഭൂമുഖം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നസ്രായനായ യേശു ക്രിസ്തുവാണ്. ലോകത്തിൽ വന്നിട്ടുള്ള മുഴുവൻ പുണ്യാളന്മാരും ഗുരുക്കന്മാരും പാപികളാണ് സുഹൃത്തുക്കളെ. മനുഷ്യകുലത്തിൽ പുറമെ ഒരു മനുഷ്യനും മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായിട്ട് യാഗമായി തീരാൻ കഴിയില്ല. കാരണം ഈ ഭൂമുഖത്ത് ജനിച്ച മുഴുവൻ മനുഷ്യരും, അവർ ഏത് പുണ്യാളനാണെങ്കിലും ഏത് ഗുരുവാണെങ്കിലും, അവർ ആദാമ്യ വർഗത്തിൽ പിറന്നവരായതുകൊണ്ട് അവരും പാപികളാണ്. അപ്പൊ അങ്ങനെ പാപികളായ ഒരു മനുഷ്യന് നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് പകരം മരിക്കാൻ കഴിയില്ല. പക്ഷേ യേശു ക്രിസ്തു എന്ന മനുഷ്യൻ, അവനെ അടിമുടി പരിശോധിച്ചു നോക്കിയിട്ടും അവനിൽ ഒരു കുറ്റവും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു കുറ്റവുമില്ലാത്ത ശ്രീ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ ക്രൂശിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? പാപികളായ നമുക്ക് പകരമാണ് ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നത്. ആ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ അന്നത്തെ മതശക്തികളും വിശാലിക ശക്തികളുമെല്ലാം ഒരുപോലെ ജയഘോഷം കൊണ്ടു ക്രിസ്തു അവസാനിച്ചു. പക്ഷെ നമുക്കറിയാം, യേശു ക്രിസ്തു മാത്രം മരണത്തെ ജയിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഈ സന്ധ്യാവേളയിൽ മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരു പുണ്യപുരുഷനായ ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നു, എന്താണ് ക്രിസ്തുവിന്റെ അതുല്യത? ക്രിസ്തുവിന്റെ ജനനം കൊണ്ട് ക്രിസ്തു അതുല്യനായിരുന്നു. ക്രിസ്തുവിന്റെ ജീവിതം കൊണ്ട് ക്രിസ്തു അതുല്യനായിരുന്നു. ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ കൊണ്ട് ക്രിസ്തു അതുല്യനായിരുന്നു. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ കൊണ്ട് ക്രിസ്തു അതുല്യനായിരുന്നു. മാത്രമല്ല, ക്രിസ്തുവിന്റെ മരണം കൊണ്ട് ക്രിസ്തു അതുല്യനായിരുന്നു. മാത്രമോ, യേശു ക്രിസ്തു തന്റെ
പുനരുദ്ധാനം കൊണ്ടും ക്രിസ്തു അതുല്യനായിരുന്നു. അങ്ങനെ മരണത്തെ ജയിച്ച് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഈ സന്ധ്യാവേളയിൽ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാനായിട്ട് പോകുന്ന ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന നസ്രായനായ ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. ഇവിടെ ഒരുപാട് ആചാര്യന്മാരും ഗുരുക്കന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ മറഞ്ഞു, മൺമറഞ്ഞു, അവരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ യേശു ക്രിസ്തുവിന്റെ കല്ലറ അത് തുറന്നു കിടക്കുന്നു. ആ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സന്ധ്യാവേളയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ വലിയ സാന്നിധ്യം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ തകർന്ന ഒരു മനുഷ്യനാണെങ്കിൽ, സമാധാനം നഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ, സമാധാനത്തിന് വേണ്ടി മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് ജീവിതം തകർക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു യേശുവുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം തരാൻ കഴിയുന്ന ഒരു യേശുവുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തുവുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ ഒരു സംഭവം കൂടെ ഞാൻ ഓർക്കുകയാണ്. ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂര്, കൂത്തുപറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഞാൻ സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി പോവുകയുണ്ടായി. കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിൽ 2 ദിവസം അവിടെ സുവിശേഷ പ്രസംഗം നടത്തുമ്പോൾ ഞാനൊരു ഘട്ടത്തിൽ പറഞ്ഞു, അങ്ങ് കണ്ണൂർ പയ്യാമ്പലം കടപ്പുറത്ത് എന്നെ ഒന്ന് കൊണ്ടുപോകണം എന്ന് അവിടെയുള്ള ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞു. ഒരു ഉച്ചയോടടുത്ത സമയത്ത് കണ്ണൂർ പയ്യാമ്പലം കടപ്പുറത്ത് അവിടുത്തെ സുഹൃത്തുക്കൾ എന്നെ കൊണ്ടുപോയി. നിങ്ങൾക്കറിയാം, അവിടെ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന്റെ സമുന്നതരായിട്ടുള്ള പല നേതാക്കന്മാരും, സഖാവി കെ നായനാരടക്കമുള്ള ആളുകൾ അവിടെ അവരുടെ ശവകുടീരങ്ങൾ അവിടെയുണ്ട്. അവിടെ ഇങ്ങനെ നടന്ന് കണ്ടപ്പോൾ അവരുടെയൊക്കെ ശവകുടീരങ്ങളിൽ അവർ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ അതിൻ്റെ രത്നച്ചുരുക്കം എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം നടന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. ഈ രാഷ്ട്രീയ കേരളത്തെ തീതുപ്പുന്ന വാക്കുകൾ കൊണ്ട് ഉഴുതുമറിച്ച സമുന്നതരായ നേതാക്കന്മാരൊക്കെ അങ്ങ് കണ്ണൂർ പയ്യാമ്പലം കടപ്പുറത്ത് കിടപ്പുണ്ട് സുഹൃത്തുക്കളെ. പക്ഷേ അവരൊക്കെ എത്ര സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരാണെങ്കിലും അവരാരും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, അങ്ങ് പാലസ്തീന്റെ പച്ചമണ്ണിൽ യേശുക്രിസ്തുവിന്റെ കല്ലറ അത് തുറന്നു കിടക്കുകയാണ്. ആ തുറന്നു കിടക്കുന്ന കല്ലറ പറഞ്ഞു തരുന്ന ഒരു വാക്കുണ്ട്. അതെന്തേ? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞാനിവിടെ പ്രസംഗിക്കുന്ന നസ്രായനായ യേശുക്രിസ്തു മാനവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ താണലോകത്തിലേക്ക് വന്ന് മരിച്ചു, മൺമറഞ്ഞ് കിടക്കുകയല്ല. യേശുക്രിസ്തു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സജീവമായ സാന്നിധ്യം ആ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സമീപത്തുണ്ട്. ആ ക്രിസ്തുവിന് നിങ്ങൾക്ക് സമാധാനം തരാൻ കഴിയും. മരിച്ച ഒരു ദൈവത്തെ കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത്, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ചാണ്. അതുകൊണ്ട് ആ ക്രിസ്തുവിലുള്ള ഒരു ദിവ്യമായ സമാധാനം ഈ ആഘോഷവേളയിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ ഭവനത്തിലേക്കും വരട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വഴിപിഴച്ചു പോയ മക്കളുണ്ടെങ്കിൽ, ലഹരിക്ക് അടിമപ്പെട്ട് തിരിച്ചു വരാനാകാത്ത രീതിയിൽ തകർന്ന മക്കളുണ്ടെങ്കിൽ, നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, പ്രാർത്ഥന കൊണ്ട് അവരെ തിരിച്ചു വരുത്താനായിട്ട് കഴിയും. പ്രാർത്ഥന കൊണ്ട് അവരെ തിരിച്ചു വരുത്താനായിട്ട് കഴിയും. യേശുക്രിസ്തുവിന്റെ സാമീപ്യം കൊണ്ട് അവർക്ക് മനപരിവർത്തനം ഉണ്ടാക്കാനായിട്ട് കഴിയും. ആ ക്രിസ്തുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അവസാന വാക്ക് ഞാൻ പറയട്ടെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം കൊണ്ട് ഒരു മതപരിവർത്തനമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ പരിവർത്തനമാണ്. അങ്ങനെ മനസ്സ് പരിവർത്തിക്കപ്പെട്ട ചിലര് ആ മനസ്സിന്റെ പരിവർത്തനം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷെങ്കിൽ അവർ പിന്തുടർന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ പിന്തുടരാൻ കഴിയാതെ വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ അവര് മാറി നിന്നു വരാം. പക്ഷെ ഞങ്ങൾ മുൻപോട്ട് വെക്കുന്ന ആശയം മതത്തിന്റെ പരിവർത്തനമല്ല, മനസ്സിന്റെ പരിവർത്തനമാണ്. ആ മനസ്സിനൊരു പരിവർത്തനം ഉണ്ടായാൽ നിങ്ങൾക്ക്
യഥാർത്ഥമായ രക്ഷയും സമാധാനവും ഉണ്ടാവും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരക്കുള്ള സമയത്ത് ഞങ്ങളെ ഇത്രയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ ബഹുമാന്യരായ വ്യാപാരികൾ, ഇവിടുത്തെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ പ്രത്യേകമായ നന്ദിയും സ്നേഹവും കൂടെ ഞാൻ അർപ്പിച്ചുകൊണ്ട് മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് ഒരിക്കൽ കൂടെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ഇവിടെയുള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഈരത്തോട് ഹെബ്രോൻ സഭയുടെ നാമത്തിലുള്ള ഈ പ്രചാരണ യോഗത്തിൽ സംസാരിക്കാൻ എന്നെ കൂടെ ക്ഷണിച്ചത് ബഹുമാനപ്പെട്ട പാസ്റ്ററോടും ഇവിടെയുള്ള യുവജനങ്ങളുടെ പ്രവർത്തകരോടും എന്റെ സംഘാടകരോടും എന്റെ ഹൃദയംഗമമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് പ്രാർത്ഥനയോ ഞങ്ങൾ പറഞ്ഞത് സംബന്ധിച്ച് എന്തെങ്കിലും അതേ വിശദീകരണമോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. സർവശക്തനായ ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ആമേൻ.